ഹായ് ഫ്രണ്ട്സ്, OET പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ചില സ്പീക്കിംഗ് ഫ്രേസസ് ആണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് OET റോൾ പ്ലേയുടെ ഇൻട്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന ഫ്രേസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു റോൾ പ്ലേ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് സെറ്റിംഗ് ആണല്ലോ. സോ നമുക്ക് ഡിഫറെൻറ്റ് സെറ്റിങ്സിൽ എങ്ങനെ ഇൻട്രൊഡക്ഷൻ ഫ്രേസസ് ചേഞ്ച് ആകുമെന്ന് നോക്കിയാലോ. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരു ക്ലിനിക് സെറ്റിംഗ് ആയി കൊടുത്തിട്ടുള്ളത് എങ്കിൽ റോൾ പ്ലേയുടെ ഇൻട്രൊഡക്ഷനിൽ ഇങ്ങനെ പറയാം: ഗുഡ് മോർണിംഗ്, പ്ലീസ് സിറ്റ് ഡൗൺ, ഐ ആം ടീന, യുവർ നഴ്സ്, വാട്ട് ബ്രിങ്സ് യു ഹിയർ ടുഡേ. അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, മൈ നെയിം ഇസ് ടീന, വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ക്ലിനിക്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. ഇങ്ങനെയും ചോദിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ റോൾ പ്ലേ ഡൈവേർട്ടായി പോകാതെ മെയിൻ കണ്ടൻറ്റിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ് നമുക്കൊരു ഹോസ്പിറ്റൽ വാർഡ് സെറ്റിങ്ങിൽ യൂസ് ചെയ്യാവുന്ന ഇൻട്രൊഡക്ഷൻ ഫ്രേസസ് നോക്കാം. ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുമ്പോൾ അവിടെ അഡ്മിറ്റായ പേഷ്യൻറ്റിന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന പേഷ്യൻ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ പേര് വെച്ച് തന്നെ വിഷ് ചെയ്യുന്നതാവും ബെറ്റർ. Good morning, Mr. John. I'm Tina, one of the registered nurses working in this ward. Today, I am going to take care of you. How are you feeling today? അല്ലെങ്കിൽ you are looking very anxious. May I know the reason behind that? ഇത്തരത്തിലുള്ള ഫ്രേസസ് യൂസ് ചെയ്ത് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് സെറ്റിംഗ് ക്ലിയറായി മനസ്സിലാക്കി എന്നത് എക്സാമിനറിന് ക്ലിയർ ആകും. അടുത്തത് ഒരു ഹോം വിസിറ്റ് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്, മൈ നെയിം ഇസ് ടീന, വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി ഏരിയ, ആം ഐ ടോക്കിംഗ് ടു മിസ്റ്റർ ജോൺ. ഈ ചോദ്യത്തിന് ശേഷം അവരുടെ റിപ്ലൈക്കായി പോസ് ചെയ്യുക. ദെൻ പേഷ്യൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഹോം വിസിറ്റിൻ്റെ പർപ്പസും തുടർന്ന് സംസാരിക്കാനുള്ള പെർമിഷനും ചോദിക്കുക. യുവർ GP സജസ്റ്റഡ് അല്ലെങ്കിൽ റിക്വസ്റ്റഡ് മീ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. ഈസ് ദാറ്റ് റൈറ്റ് ടൈം ടു ടോക്ക് വിത്ത് യു. ഇനി നമുക്ക് പേഷ്യൻറ്റിൽ നിന്ന് എങ്ങനെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാം എന്ന് നോക്കാം. അതിനാവശ്യമായ ചില ഫ്രേസസ് നോക്കാം. ഒരു റോൾ പ്ലേ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻഫർമേഷൻ ഗ്യാതറിങ്. അതായത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി കളക്ട് ചെയ്യുകയോ പേഷ്യൻറ്റിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ കുറച്ച് ക്ലോസ്ഡ് എൻഡിങ് ക്വസ്റ്റ്യൻസോ ചോദിക്കേണ്ടതുണ്ട്. സോ ആ സമയം യൂസ്ഫുൾ ആകുന്ന ചില ഫ്രേസസ് ആണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. Could you please tell me a little more about what is bothering you? അല്ലെങ്കിൽ അടുത്തത്, in order to get a better understanding of your disease condition, I would like to ask some questions regarding your health. Is that okay for you? അല്ലെങ്കിൽ കുറച്ചുകൂടെ പൊളൈറ്റായിട്ട്, could you describe your symptoms to me? Have you ever heard about this? ഇനി ഒരു പേഷ്യൻറ്റിനോട് നമുക്കൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ തീർച്ചയായും ഒരു സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ ഡ്രിങ്കിങ് ഹാബിറ്റ്, അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ്, അല്ലെങ്കിൽ സൂയിസൈഡ് തോട്ട്സ്, ഇതെല്ലാം ഉണ്ടോ എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കാതെ ഇങ്ങനെ ചോദിക്കാം: ഐ എം അഫ്രൈഡ്, ഐ നീഡ് ടു ആസ്ക് സം പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, മേ ഐ പ്രൊസീഡ്? ഓക്കെ. ഇനി എല്ലാ ആവശ്യമായ ഇൻഫർമേഷനും കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് താങ്ക്സ് പറയുവാനായി ഈ ഫ്രേസ് ഉപയോഗിക്കാം. താങ്ക് യു ഫോർ ഷെയറിങ് ദീസ് ഇൻഫർമേഷൻ, ഇറ്റ് ഹെൽപ്പ് മീ ടു അണ്ടർസ്റ്റാൻഡ് യുവർ കണ്ടീഷൻ മച്ച് ബെറ്റർ. സോ ഇതിലൂടെ നമുക്ക് പൊളൈറ്റ്നെസ് കാണിക്കാൻ സാധിക്കും. OET സ്പീക്കിങ്ങിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് പൊളൈറ്റ്നെസ്. നിങ്ങൾക്ക് ഈ ഫ്രേസസ് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത് നിങ്ങളുടെ രീതിയിലാക്കി മാറ്റി സ്പീക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ഫ്ലോ കിട്ടും അല്ലേ. സോ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന്
OET സ്പീക്കിംഗ് ഈസിയാക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫ്രേസസ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു അസസ്മെൻറ്റ് ഫൈൻഡിങ്സ് പറയുമ്പോൾ യൂസ് ചെയ്യാവുന്ന ഫ്രേസസ് നോക്കാം. ബേസ്ഡ് ഓൺ മൈ എക്സാമിനേഷൻ, എന്നിട്ട് ഫൈൻഡിങ്സ് കണ്ട കാര്യം പറയുക. അല്ലെങ്കിൽ ദ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് ഇൻഡിക്കേറ്റ്സ് ദാറ്റ്. നെക്സ്റ്റ് യുവർ എക്സ്റേ റിവീൽസ് അല്ലെങ്കിൽ ഷോസ് ദാറ്റ്, എന്നിട്ട് ഫൈൻഡിങ്സ് പറയുക. നെക്സ്റ്റ് ഇൻഫർമേഷൻ ഗിവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫ്രേസസ് നോക്കാം. ഒരു നഴ്സിംഗ് പ്രൊഫഷണലായ നമ്മൾ ഒരു ഡിസീസ് കണ്ടീഷൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ പേഷ്യൻറ്റിന് അതിനെക്കുറിച്ച് എന്തറിയാം എന്ന് നോക്കാനായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡു യു നോ എനിത്തിങ് അബൌട്ട് ദ മാനേജ്മെൻറ്റ് ഓഫ് യുവർ കണ്ടീഷൻ? അതിനുശേഷം പേഷ്യൻറ്റിന് അറിയാവുന്ന നോളജ് പേഷ്യൻ്റ് ഷെയർ ചെയ്തതിനെ തുടർന്ന് പേഷ്യൻറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്തതിന് ശേഷം ഓരോ മാനേജ്മെൻറ്റും പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഒന്നും അറിയില്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഡോണ്ട് വറി, ഐ വിൽ എക്സ്പ്ലെയിൻ. ഫസ്റ്റ്ലി എന്ന് പറഞ്ഞിട്ട് മെയിൻ മാനേജ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുക. പിന്നീട് സെക്കൻഡ്ലി, മോറോവർ, അപ്പാർട്ട് ഫ്രം ദാറ്റ്, അല്ലെങ്കിൽ വേറെ അഡീഷണലായിട്ട് ഇൻ അഡീഷൻ ടു ദാറ്റ് വേറൊരു കാര്യം പറയാൻ അനദർ തിങ് എന്ന് പറഞ്ഞ് ഓരോരോ പോയിൻറ്റ്സും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഒരു സജഷൻ പോലെ പ്രത്യേകം എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു, അങ്ങനെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാം. ഇങ്ങനെ സ്പീക്കിംഗ് ചെയ്യുവാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പീക്കിങ്ങിൽ വരും അല്ലേ. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പേഷ്യൻറ്റിനോട് കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ എക്സാമിനർ അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഒരു പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു. സോ അതിന് പ്രതിവിധിയായി നമ്മുടെ എക്സ്പ്ലനേഷൻ്റെ കൂടെ തന്നെ ഓരോ പോയിൻറ്റ്സും എക്സ്പ്ലെയിൻ ചെയ്തതിന് പിന്നാലെ പേഷ്യൻറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ കൂടെ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ കൂട്ടാനായി ഈ ഫ്രേസസ് യൂസ് ചെയ്യാം. ഡു യു അണ്ടർസ്റ്റാൻഡ് സോ ഫാർ? ഈസ് ദാറ്റ് ക്ലിയർ? നെക്സ്റ്റ്, ഡു യു ഹാവ് എനി മോർ കൺസേൺ? അല്ലെങ്കിൽ ഈസ് ദർ എനിത്തിങ് യു വാണ്ട് ടു ഷെയർ വിത്ത് മീ? അല്ലെങ്കിൽ is there anything else that is bothering you? Do you have any other difficulties? Do you have any questions? Are you able to follow me? Are you getting my points? How does that sound? Do you think that you can do that? Will you able to do that? ഇനി ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ പേഷ്യൻ്റെ സൈഡിൽ നിന്നുണ്ടായാൽ അപ്പോൾ തന്നെ പേഷ്യൻറ്റിനെ അപ്രിഷ്യേറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ആൻസർ കൊടുക്കാം. അതിനായിട്ട് ഇങ്ങനെ പറയാം. ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ഫ്രം യുവർ സൈഡ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ. എന്നിട്ട് അതിൻ്റെ ആൻസർ പറഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് റീഅഷുറൻസ് ചെയ്യാനുള്ള ഫ്രേസസ് നോക്കാം. OET സ്പീക്കിങ്ങിൽ നഴ്സിംഗ് പ്രൊഫഷണൽ ടച്ച് വരുത്തുന്നതും സ്കോർ കൂട്ടുവാൻ സഹായിക്കുന്നതുമായിട്ടുള്ള 3 കാര്യങ്ങളാണ് പൊളൈറ്റ്നെസ്, റീഅഷുറൻസ് ആൻഡ് എംപതി. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദർ ഈസ് നത്തിങ് ടു വറി അബൌട്ട്, അല്ലെങ്കിൽ ദർ ഈസ് നത്തിങ് ടു ബി ഓവർലി കൺസേൺഡ് അബൌട്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് എ റുട്ടീൻ ചെക്കപ്പ്. നെക്സ്റ്റ്, ലെറ്റ് മീ റീഅഷ്യൂർ യു, ഇഫ് യു ഫോളോ മൈ അഡ്വൈസ് ദിസ് റിസ്ക് ഓഫ് ഫ്യൂച്ചർ പ്രോബ്ലംസ് വിൽ ബി ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ്. Next, the symptoms are acceptable and seen in most of the patients. Don't worry, we are here to take care of you. You are in safe hands. Next, your concerns are understandable, but please don't worry too much. We are here to help you out. അടുത്തായിട്ട്, every individual are in the situation feels the same. However, there are solutions for every problems. ഇതെല്ലാം പേഷ്യൻറ്റിനെ ആശ്വസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രേസസ് ആണ്. നെക്സ്റ്റ് നമുക്ക് എംപതി കാണിക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രേസസ് നോക്കാം. ഐ നോ ഇറ്റ്സ് ചലഞ്ചിങ് ഫോർ യു, ബട്ട് പ്ലീസ് ബി റിയലിസ്റ്റിക് അറ്റ് ദിസ് ടൈം. അതായത് നേഴ്സായ ഞാനും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയാണ്, അല്ലെങ്കിൽ എംപതൈസ് ആവുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളത്.
I can see why you have this concern. I can understand that why you are feeling like this. I know being a parent, it is difficult for you. I can sense that must be hard for you. Everyone in your situation feel the same way. I can understand your concern. If I were you, I would react in the same way. അടുത്തതായി കൺക്ലൂഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫ്രേസസ് നോക്കാം. ഇഫ് യു ആർ ഫോളോയിങ് ഡോക്ടേഴ്സ് ഓർ ദീസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ടേക്കിംഗ് മെഡിക്കേഷൻസ് റെഗുലർലി, ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ബി ഏബിൾ ടു റിക്കവർ ഫ്രം യുവർ ഡിസീസ് കണ്ടീഷൻ വിത്തിൻ 1 week. ഡോക്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻ ശരിയായ രീതിയിൽ പാലിച്ചാൽ നിനക്ക് പെട്ടെന്ന് റിക്കവറി ഉണ്ടാകും എന്ന് ആശ്വസിപ്പിച്ച് വിടാൻ സഹായിക്കുന്ന ഒരു ഫ്രേസാണിത്. അതുപോലെ തന്നെ ഇതും, ദ റിക്കവറി ഫ്രം ദ ഡിസീസ് കണ്ടീഷൻ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ഇൻഡിവിജ്വൽസ്, ഹൗ ദേ കോപ്പ് അപ്പ് വിത്ത് ദ മെഡിക്കേഷൻസ് ആൻഡ് ഫോളോ അപ്പ് കെയർ. വേറൊരു കൺക്ലൂഷൻ നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, താങ്ക്സ് ഫോർ കമ്മിങ് ടു സീ മീ, ടേക്ക് കെയർ. പക്ഷേ ഇത് ക്ലിനിക്കൽ സെറ്റപ്പിൽ മാത്രമാണ് യൂസ് ചെയ്യാവുള്ളൂ. നെക്സ്റ്റ് ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, താങ്ക് യു ഫോർ യുവർ ടൈം മിസ്റ്റർ ജോൺ, ഐ വിഷ് യു സ്പീഡി റിക്കവറി. നെക്സ്റ്റ്, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ, ഹാവ് എ നൈസ് ഡേ. ഇതൊക്കെയാണ് കോമണായി OET സ്പീക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന ഫ്രേസസ്. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഇതൊക്കെ യൂസ് ചെയ്ത് ഒരു സ്പീക്കിംഗ് ഫ്രെയിം ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും എക്സാമിനറുടെ മുമ്പിൽ പതറാതെ അല്ലെങ്കിൽ വാക്കുകൾക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യാതെ കോൺഫിഡൻ്റായി സ്പീക്കിംഗ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്